ശക്തിയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ആമേൻ. നമ്മൾ കർത്താവിനെ ആരാധിക്കുന്ന ആ ശക്തി കൊണ്ടാണ്. ഹല്ലേലൂയ. അങ്ങനെ ആരാധിക്കുമ്പോഴാണ് നമ്മുടെ ദൈവം ആരാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. ഒരിക്കലും നമ്മുടെ ഈ ബുദ്ധി കൊണ്ട് നമുക്ക് കർത്താവിനെ കാണാൻ കഴിയുന്നില്ല. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കർത്താവിനെ യഥാർത്ഥമായി കാണുന്നത് ദൈവം തന്ന ആത്മാവിലാണ്. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രതിസന്ധികൾക്കും ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയെ തടുക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്ന ആത്മീയ മർമ്മമാണ്. ഹല്ലേലൂയ. കാരണം നാം ആത്മാവിൽ നിറയപ്പെടുമ്പോൾ നമ്മുടെ വേദനകളൊക്കെ പൊട്ടിമാറും. ഹല്ലേലൂയ. നമ്മുടെ നിരാശകൾ മാറിപ്പോകും. ദൈവികമല്ലാത്ത എല്ലാ ചിന്തയിൽ നിന്നും അവൻ നാം സ്വതന്ത്രരാകുവാനിടയാക്കി നമ്മൾ പിന്നെ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും നാം മനസ്സിലാക്കുന്നതും ദൈവത്തിന്റെ നന്മകളാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ നടത്തുന്ന വിധങ്ങളാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അതുപോലെ ആത്മാവിനെ നമുക്ക് തിരിച്ചറിയാം. ഹല്ലേലൂയ. ആമേൻ ആമേൻ. വചനം പറയുന്നത് പോലെ എല്ലാവരും ദൈവസന്നിധിയിൽ ചെന്നെത്തും. ആരാ? ആമേൻ. ആത്മാവിന്റെ ബലത്തിൽ ഒരു ദിവസം മുന്നേറുന്നവർ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ നമ്മൾ ദൈവഗീതത്തിന്റെ മുമ്പിൽ നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നാം നമ്മളതിനെ സമർപ്പിക്കാൻ കഴിയില്ല. കർത്താവേ, എനിക്ക് വേണ്ടത് അങ്ങനെ ശക്തിയാണ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടത് അവിടുത്തെ ബലമാണ് കർത്താവേ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നാം ദൈവസന്നിധി ദൈവശബ്ദത്തിനോട് പ്രതികരിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിന്റെ സാന്നിധ്യം ദൈവം നമ്മുടെ മേൽ പകരും. ഹല്ലേലൂയ. ഇതുപോലെ കാലം ആ ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കുക. നമ്മളെല്ലാവരും ആമേൻ കർത്താവിന്റെ ആത്മാവിൽ നിറയപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ആ ബലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ആ ദൈവ സാന്നിധ്യത്തിൽ നടക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ആമേൻ നമ്മൾ ക്ഷീണിച്ചു പോകുന്നത്, നാം തളർന്നു പോകുന്നത്. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. ഈ ആരാധനയിൽ ആമേൻ സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ ബലം നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ആമേൻ ശക്തി നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ബലത്തോടെ മടങ്ങുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കുന്നതിന് കർത്താവിന്റെ കരത്തിലേക്ക് നമ്മളെ തന്നെ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. നമ്മൾ വായിച്ച സംഗീതത്തിൽ ഭക്തൻ ദൈവത്തോടെ സംസാരിക്കുന്ന സൈന്യങ്ങളുടെ യഹോവേ ഇതിന്റെ വാസം എത്ര മനോഹരമാണ്. എനിക്ക് ദൈവത്തോട് പറയാൻ കഴിയുമോ? കർത്താവേ, ഞാൻ എത്ര ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോടെ പറയണം. ദൈവം നമുക്ക് ചെയ്യുന്ന നന്മകൾ നാം ദൈവത്തോട് വിളിച്ചു പറയണം. കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഞാൻ എത്ര ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ ഭൂമിയിൽ ഞാൻ എത്ര ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഞാൻ അവിടുത്തെ മകനാണ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ അവിടുത്തെ മകളാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ദൈവം നമുക്ക് ചെയ്ത എല്ലാ നന്മകൾക്കായി നമുക്ക് സ്വന്തം ചെയ്യും. മരുഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ഈ മരുഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ഇസ്രായേൽ മക്കളുടെ ജീവിതയാത്രയിൽ അവർക്ക് രാത്രി മേഘസംഭവം ഉണ്ടായിരുന്നു. പകൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. മേഘസംഭവം ഉണ്ടായിരുന്നു. രാത്രിയിൽ അവർക്ക് അഗ്നിസംഭവമായി ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടിരുന്നതിന് അർത്ഥമെന്ന നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് മതിയായതാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇതുപോലെ നമുക്ക് തിരിച്ചറിയാം. കർത്താവ് ആ സന്നിധി നമ്മളെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചു. ഹല്ലേലൂയ. ആമേൻ ആമേൻ. കർത്താവേ, അക്കാരമൊന്ന് തുടരണമേ. ഹല്ലേലൂയ. ആ ആത്മാവിനെ ഒന്ന് ശക്തീകരിക്കണമേ. കർത്താവേ, ആ ആത്മാവിനെ ഒന്ന് നമ്മുടെ കണ്ടീഷൻ എന്താണോ, നമ്മുടെ ഏത് സ്ഥിതിയിലാണ് നമ്മളായിരിക്കുന്നത് ആ സ്ഥിതി കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവഹിതത്തിനായി ദൈവഹിതത്തിനായി നമ്മളെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച സമർപ്പണത്തോടെ ആമേൻ. നമ്മുടെ കർത്താവിനെ കൂടെ നമുക്ക് നന്ദി പറയാം.